ഹായ് ഹലോ. അങ്ങനെ ഞായറാഴ്ചയായിട്ടുണ്ടാ പരിപാടി. എന്താണ് സൺഡേ സ്പെഷ്യൽ? ഇന്ന് എനിക്ക് സൺഡേ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഞാൻ രാവിലെ കുറേ പരിപാടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോയി. രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നു. ബിരിയാണി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറിയതാണ്. സവാള വഴണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ, എൻ്റെ തൊണ്ട മൊത്തത്തിൽ പോയി. തൊണ്ടയുടെ സൗണ്ട് മുഴുവനും പോയി. ഇനി അതൊന്ന് തിരിച്ച് കിട്ടാൻ സമയങ്ങൾ പിടിക്കും. എന്നാൽ കൂടി നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പള്ളിയിൽ നമുക്കിന്ന് ബർത്ത്ഡേ ദിവസം നമുക്ക് പള്ളിയിൽ പോയിട്ട് പിന്നെ കവറിട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ പള്ളിയിലൊക്കെ പോയി ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ചു, ദൈവമേ ഇന്ന് എനിക്ക് പള്ളിയിൽ പോലെ ഇരിക്കാൻ പറ്റുമോ, ചുമ വരുമോ എന്നൊക്കെ വിഷമിച്ചപ്പോൾ കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിൽ പോയി കഴിയുന്നവരെ ഇരിക്കാൻ പറ്റി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കുർബാനയൊക്കെ കൊണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോണ്ടല്ലോ എന്തെല്ലാം സങ്കടങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ പിറ്റേ ആഴ്ച വരെ ജീവിക്കാനുള്ള ഊർജ്ജം മരുന്നൊക്കെയാണ് ഈ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്നാൽ. അതുകൊണ്ടൊരു സമാധാനം കേട്ടോ. ഏതെങ്കിലും ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം. അങ്ങനെ രാവിലെ എന്തെങ്കിലും പള്ളിയിൽ പോയിട്ടെല്ലാം കഴിഞ്ഞ് വന്നു. ഇനി തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ആക്കണം, എല്ലാവർക്കും കൊടുക്കണം, എവിടെയെങ്കിലും ഇച്ചിരി നേരം കിടക്കണം. പിന്നെ പോയിട്ട് വരുന്ന വഴിക്ക് പച്ചക്കറി മേടിച്ചു. എല്ലാ പച്ചക്കറിയും കിട്ടി. എല്ലാ പച്ചക്കറി എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറി കേട്ടോ. ബീറ്റ്റൂട്ട് എല്ലാം 40 രൂപയായിരുന്നു. ബീറ്റ്റൂട്ട്, പിന്നെ ബീൻസ്, ക്യാരറ്റ്. ബീൻസൊക്കെ നല്ല ഇളയ ബീൻസ്. ക്യാരറ്റ് അതുപോലെ നല്ല ക്യാരറ്റ്. വെണ്ടയ്ക്ക അതുപോലെ തന്നെ നല്ല ഇളയ വെണ്ടയ്ക്ക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോമിക്ക തോരൻ വെക്കത്തില്ലേ അതേപോലത്തുള്ള ടേസ്റ്റ്, നല്ല രുചി ചെയ്ത് കഴിക്കാൻ. അത് പിന്നെ ഞാൻ എപ്പോഴും ഇപ്പം ചുരയ്ക്കാൻ മേടിക്കും, അതൊക്കെ മിസ്സാക്കൂല. തോരൻ്റെ സാധനങ്ങൾ കുറച്ചധികം മേടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ മേടിച്ച്, ക്യാരറ്റും ബീൻസും ഒക്കെയാണ് കൂടുതൽ മേടിച്ച് തോരൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് റാഡിഷ്, മുള്ളങ്കി, മൂലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, വഴുതനങ്ങ, ഇതെല്ലാ സാധനങ്ങളും മേടിച്ചു. അത്രയും പച്ചക്കറിക്ക് 180 രൂപയുടെ പച്ചക്കറിയാണ്. 180 രൂപയുടെ പച്ചക്കറി എന്ന് പറഞ്ഞപ്പോൾ 4.5 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ 4.5 കിലോ പച്ചക്കറി മേടിച്ചു. ഒരാഴ്ചത്തേനുള്ള പച്ചക്കറി റെഡി. മീൻ ആൾറെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. അവൻ ഈ ആഴ്ചത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട, എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരോട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ബോക്സിലൊക്കെ ആക്കി എടുത്തങ്ങ് വെക്കണം. ആദ്യം ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ പിന്നെ എടുത്ത് വെക്കുന്നുള്ളൂ. എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ തൊണ്ടയും പോവും, അതുപോലെ തന്നെ ചുമയും വരും. പക്ഷേങ്കിൽ ചുമ ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. തൊണ്ട പ്രശ്നമുണ്ട്, പക്ഷേങ്കിൽ ചുമ ഒരുപാട് കുറവുണ്ട് കേട്ടോ. ഇതെന്തോന്നറിയാമോ? കർപ്പൂരാതി ചൂർണ്ണം ഞാൻ തേനകത്തിട്ട് വെച്ചേക്കുക. ഞാനിപ്പം ചുമ വരുമ്പോൾ തൊണ്ട പോകുമ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്, കർപ്പൂരാതി ചൂർണ്ണം. നല്ലതാണ് കേട്ടോ. അത് തേനകത്ത് ചാലിച്ച് കഴിച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഇതെല്ലാം വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ കട്ടൻ കാപ്പി തിളപ്പിക്കും, കട്ടൻ കാപ്പി ചൂടോടെ കുടിക്കും. ഇതൊക്കെയാണ് എൻ്റെ മരുന്ന്. ഞാൻ ആശുപത്രി പോക്ക് തീരെ കുറവ് കേട്ടോ. ഞാൻ എൻ്റെ പൊടിക്കൈകളെല്ലാം നോക്കും. തീരെ ഗതി കെട്ടാൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പോകില്ല. ഇപ്രാവശ്യം പനി ഒന്ന് പോലെ ഒരു ഡോളോ കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. ഒരു ടാബ്ലറ്റ് കഴിച്ചോളൂ, അധികം ടാബ്ലറ്റും കഴിച്ചില്ല. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആയി. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. നമ്മൾ അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച തക്കാളി ഇനിയും തീർന്നിട്ടില്ല, അറിയാം എൻ്റെ കൂട്ടുകാർക്ക്. ആ തക്കാളി ഉള്ളതുകൊണ്ട് കുറേ നാളായി തക്കാളി മേടിച്ചിട്ട്. എത്ര ആഴ്ചയായി ആ തക്കാളി തന്നെയാണ് ഓടിക്കുന്നത്. ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. തക്കാളിക്ക് വില കൂടുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി, നല്ലതാട്ടോ. എത്ര ആഴ്ച വേണമെങ്കിലും ഇരുന്നോളൂ. അപ്പോൾ എൻ്റെ ബിരിയാണി കണ്ടിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ആദ്യം എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2-3 പച്ചമുളക്, അത് അത്രയും വഴണ്ടപ്പോഴത്തേന് അതിലേക്കാണെന്നുണ്ടെങ്കിൽ 2-3 തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇനി ഇത്രയും കൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. എൻ്റെ ബിരിയാണി ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ കാണിച്ചതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് കാണാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന പോലെ ബിരിയാണി വെക്കണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് അരി നെയ്യിൽ വറുത്ത് വെച്ചായിരുന്നു. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക്, ബിരിയാണി എല്ലാം കൂടി ഇട്ടിട്ട് അരി നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ കാണുമായിരിക്കും, അത്രേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസം എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നടത്തുന്നത്. അല്ലാത്ത ദിവസമൊക്കെ വിശാലമായിട്ട് ചെയ്യും. സൺഡേ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റാണ്.
അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലകൾ ചേർത്താൽ ഇതിലേക്ക് ഞാൻ ബിരിയാണിക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് ഈ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണേ. എനിക്ക് എരിവ് കുറവായതുകൊണ്ടുണ്ടല്ലോ ഈ മുളക് പൊടി ഞാനൊരു 4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗരം മസാല 1 ടീസ്പൂണ്, എന്നിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർക്കുന്നത് ബിരിയാണിക്കുള്ള മസാലകളെ. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങി ചിക്കൻ ഇടുവാണേ. ഇപ്പോൾ ചിക്കൻ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വേവുന്ന നേരത്തിന് ഇച്ചിരി പുതിനയിലയും മല്ലിയിലയും കൂടെ അരയ്ക്കണം. പുതിനച്ചെടിക്കകത്ത് ഞാൻ കട്ട് ചെയ്ത പുതിനയില കേട്ടോ, എൻ്റെ സ്വന്തം പുതിനയിലയാണ്. രാവിലെ അത് പറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് പോയതാണ്, പുഴി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് മുറിച്ചൊന്ന് എടുക്കട്ടെ. അപ്പോൾ പുതിനയില കണ്ടില്ലേ, എൻ്റെ കൈക്ക് ഒരു ചെറിയൊരു പിടി അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, ഈ വലിയ ബോക്സിനകത്തായിരുന്നു ഈ പ്രാവശ്യം നിറച്ച് വെച്ചത്. അതിൻ്റെ വലിയ കെട്ടായിരുന്നു മല്ലിയില. ഇതിപ്പം 3 ആഴ്ച കഴിഞ്ഞ് 1 മാസത്തോളം ആവുന്നു. 1 മാസമായിട്ടും ചെറുതായിട്ട് സൈഡൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. 1 മാസത്തോളം ആവുന്നു. കാരണം വലിയ കെട്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ബോക്സ് എടുത്തത്. കാരണം ഇറക്കി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നിറയെ ഉണ്ടായിരുന്നു. ഒരുവിധം മല്ലിയില തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കൂടി ആ ഒരു ഫ്രഷ്നെസ് കണ്ടോ ഇത്രയും നാൾ നമ്മൾ വെച്ചിട്ടും. അപ്പോൾ എൻ്റെ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഏത് പാത്രം എടുക്കുന്നു അതിനകത്തൊരു 1/4 പാത്രം വെള്ളം വെക്കുക. കാരണം ഈ മല്ലിയുടെ ഇല തണ്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കണം. അതേപോലെ കേട്ടോ, ഈ ഒരു 1/4 പാത്രം വെള്ളം വെച്ചിട്ട് നമ്മൾ മല്ലിയില അതിൻ്റെ വേരോട് കൂടി വേണമെങ്കിലും വെക്കാം, അല്ല വേര് കണ്ടിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാൻ ഇന്ന് വേരോട് കൂടിയാണ് വെച്ചത്. കണ്ടില്ലേ, എനിക്കൊന്നും ഇതിനകത്ത് വെള്ളം വറ്റി കേട്ടോ. ഇല്ല, വെള്ളം കൊണ്ട് കുറച്ചുണ്ട്, ഞാൻ വറ്റിയെന്ന്. അപ്പം ഇങ്ങനെ ഞാനിന്ന് ഈ പ്രാവശ്യം വേരോട് ഇറക്കിയെന്ന് വെച്ചത്. പക്ഷേ എങ്കിൽ 1 മാസത്തോളം ആവുന്നു. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ. പക്ഷേ അവിടെ ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസമൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമല്ലേ. കാരണം അത് ഈ പ്രാവശ്യം വലിയ കെട്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ മല്ലിയില സൂക്ഷിക്കത്തുണ്ടെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചോളും. എത്ര നാൾ ഇരുന്നാലും ഒന്നും ആകത്തില്ല കേട്ടോ. നമുക്ക് ഫ്രഷായിട്ട് അപ്പോഴും എടുക്കുകയും ചെയ്യും. നമ്മളല്ലാതെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വാടിയിരിക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇനി ഈ മല്ലിയിലയും കൂടെ ഇതിനെ തണ്ടൊന്ന് മുറിച്ചിട്ട് അങ്ങനെ കഴുകിയും വെച്ചും പുതിനയിലയുടെ കൂടിയിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിനയിലയും മല്ലിയിലയും ഒന്ന് അരച്ചെടുക്കട്ടെ. ആരോ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഞാൻ മല്ലിയില വെച്ചിട്ട് തന്നെ മല്ലിയില ചീഞ്ഞ് പോയത്. 1 മാസം ഇരുന്നാലും ഒന്നും ആവാത്ത മല്ലിയിലയാണ് ചീഞ്ഞ് പോയെന്ന് പറയുന്നത്. എങ്ങനെ വെച്ചെന്ന് വെച്ചവർക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ. ഞാൻ അരച്ച പുതിനയിലയും മല്ലിയിലയും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ കൂട്ടത്തിൽ ഒന്ന് വഴറ്റിയതിന് വെച്ച് അതിലേക്ക് ചെറിയൊരു കപ്പിന് 1 കപ്പ് തൈര്. ഇത്രയാണ് എൻ്റെ ബിരിയാണി മസാല കേട്ടോ. വേറൊന്നും ചേർത്തിട്ടില്ല. ഇല്ല, അപ്പോൾ നമ്മളുടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച അരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 8.5 ഗ്ലാസ് വെള്ളം ചേർക്കും കേട്ടോ. എപ്പോഴും ഞാൻ ഈ സോണ മസൂരി അരിക്ക് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് കൊണ്ട് അധികം വെക്കും, ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. ഈ അരി മസാല മിക്സ് ആവുന്ന നേരത്തിന് ഞാൻ കെറ്റിലോട്ട് വെള്ളം അങ്ങ് ചൂടാക്കാൻ വെക്കട്ടെ. അപ്പോൾ ആ ചിക്കൻ മസാലയുടെ കൂടെ അരി നന്നായിട്ട് അങ്ങ് മിക്സായി. ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ചേർക്കണം. ഉണങ്ങിപ്പോയി, നാരങ്ങ തീർന്നു. അപ്പോൾ അരമുറി നാരങ്ങ അതിരുന്നതാണ്. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ ചോറ് ഒരുപാട് ഒട്ടത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ നാരങ്ങ നീര്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞങ്ങൾ തിളച്ച വെള്ളം ഒഴിക്കും. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കാം. ആക്ച്വലി ചിക്കനെ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇടണമായിരുന്നു, അന്നേരം ഇട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ച ബിരിയാണി റെഡി. ഇനി ഇതിൻ്റെ കൂടെ ഒന്നുമില്ല കേട്ടോ, മുട്ട തീർന്നു പോയി. മുട്ടയില്ല, ഒന്നുമില്ല, വെറും ബിരിയാണി മാത്രമേ ഉള്ളൂ. പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇന്ന് വെറും ബിരിയാണി മാത്രം കഴിച്ചാൽ മതി എല്ലാവരും. അച്ചാറുണ്ട് വേണമെങ്കിൽ കേട്ടോ, അച്ചാറുണ്ട്. സലാഡ് വേണ്ടവർക്ക് വേണമെങ്കിൽ സലാഡ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പുമെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് ഇവിടെ നിന്ന് വേവിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ചെറിയ സ്റ്റൗവിലോട്ടങ്ങ് മാറ്റും. ഇപ്പം തിളയ്ക്കുന്നവരെ ഇവിടെ ഇരിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ പരിപ്പ് പായസം ഉണ്ടാക്കിയതാണ്, കട്ടിയായിട്ടിരിക്കുന്നു. ബിരിയാണി റെഡിയാവുന്ന നേരത്തിന് കുറച്ച് പരിപ്പ് പായസം കുടിച്ചാൽ നമുക്ക് അല്ലേ. പക്ഷേങ്കിൽ പരിപ്പ് പായസമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസം കുടിക്കുമ്പോഴാണ് ടേസ്റ്റ്. പരിപ്പ് പായസം ആയാലും അടപ്പായസം ആയാലും ഇച്ചിരി കട്ടിയായിരുന്നേ ഉള്ളൂ.
പക്ഷെ സംഭവം കൊള്ളാം. കോൾഡാന്ന് വിചാരിച്ച് പായസം കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി സെറ്റായി മക്കളെ, സെറ്റായി. കണ്ടില്ലേ? അങ്ങനെ ബിരിയാണി റെഡിയായി. ഇനി എല്ലാവർക്കും കൂടെ വിളമ്പി കൊടുത്താൽ കാര്യം കഴിഞ്ഞു. വിളമ്പി ടേബിളിലോട്ടൊന്ന് കൊണ്ട് വെച്ചാൽ എനിക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം എത്രയെന്നറിയാം കൂട്ടുകാർക്ക്? 1:35. വന്നിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതല്ലേ. അപ്പോൾ ഇത് ടേബിളിലോട്ട് കൊണ്ടുപോകട്ടെ. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്ന് നല്ല ഉറക്കമായി. ഇനി അവനെ എഴുന്നേൽപ്പിക്കണം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തു. ഉണ്ടാക്കിയിട്ട് ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയല്ലേ. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഞാൻ എപ്പോഴും കൊള്ളാമെന്നല്ലേ പറയുള്ളൂ. പക്ഷേ എങ്കിൽ യഥാർത്ഥമായിട്ട് കൊള്ളാം കേട്ടോ, തമാശയല്ല. പൂമ്പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പോയി സമാധാനമായിട്ടൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതിലേക്ക് ടേക്ക് കെയർ, ബൈ, സീ യു.